നോട്ടീസ് കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ ഇതുപോലെ പഞ്ചായത്ത് അധികൃതർക്ക് JCB കൊണ്ട് പാവപ്പെട്ടവന്റെ ജീവിത ഉപാധി തല്ലിത്തകർക്കാൻ അവകാശമുണ്ട്? ഒരിക്കലും ഇല്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ തെരുവ് കച്ചവടം നടത്തുന്ന കോടാനക്കോടി മനുഷ്യർ ജീവിക്കുന്നു. സ്വാഭാവികമായും ഇവർക്ക് നിയമപരിരക്ഷ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ പോലീസിൻ്റെയും നഗരസഭ, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പീഡനങ്ങൾക്കും ഇരയാകുന്നു. ഇതിനെ തടയിടാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ നേരിട്ടിടപെട്ടു. അതിനുവേണ്ടി നിലവിൽ വന്നിരിക്കുന്ന നിയമമാണ് ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് 2014. ഇത് പ്രകാരം ഒരു മനുഷ്യന്റെ ജീവനോപാധി എന്നത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് സുപ്രീം കോടതി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ഇത്തരത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കച്ചവടത്തിലെ തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ കമ്മിറ്റി തീരുമാനപ്രകാരം ഈ തെരുവ് കച്ചവടക്കാർക്ക് ബദൽ കച്ചവടം ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള നടപടികൾ പഞ്ചായത്തോ മുനിസിപ്പൽ അധികാരികളോ സ്വീകരിക്കണമോ എന്ന് ആക്ടിൽ പറയുന്നുണ്ട്. അല്ലാതെ അവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ബദൽ സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്ത് അതിനും അവർ തയ്യാറാകുന്നില്ലെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒട്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമല്ല. കാരണം ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനാണ് ഭരണകൂടം, അല്ലാതെ അവരുടെ ജീവിതങ്ങൾ ഇല്ലാതാക്കാനാണ്. രാജ്യത്ത് കോടാനക്കോടി മനുഷ്യർ തെരുവ് കച്ചവടം ചെയ്ത് ജീവിക്കുന്നു. അവരും കൂടി ചേർന്നതാണ് ഈ രാജ്യം എന്ന് അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്.